രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ്. അവിടെയാണ് റഫാൽ വിമാനങ്ങൾ അവരുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ റഫാൽ വിമാനങ്ങൾ വാങ്ങിയതെന്ന ചോദ്യത്തിന് ഉത്തരമാണിത്. ഇന്ത്യൻ മണ്ണിൽ ഇരുന്നു കൊണ്ട് 300 കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റ് പോയിന്റുകൾ പോലും റഫാൽ വിമാനങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയും. അതിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മർക്കസ് തൈബ ലഷ്കർ കേന്ദ്രമാണ്. ആ കേന്ദ്രമാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഒരു ഇന്ത്യൻ സൈനികനും അതിർത്തി കടക്കാതെ ഈ വലിയ ആക്രമണം സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള സെലക്ടഡ് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ് ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ജയ്ഷെ കേന്ദ്രങ്ങൾ, ലഷ്കർ എ തോബ കേന്ദ്രങ്ങൾ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ ക്യാമ്പ്, അങ്ങനെ ഭീകരവാദത്തെ തുളച്ചു നീക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമം, അതാണ് ആ തകർത്ത് കിടക്കുന്ന കെട്ടിടങ്ങൾ നമ്മളോട് പറയുന്നത്. എല്ലാ തരത്തിലും തിരിച്ചടിക്കാൻ പാകിസ്ഥാന് കെൽപ്പുണ്ട്. സഹായം ചൈനയുടെ ഭാഗത്തു നിന്നും തുർക്കിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ലഭ്യമാണ്. എല്ലാ തരത്തിലും തിരിച്ചടിക്കും എന്ന വാക്കുകൾ മാത്രം ആയിപ്പോയി പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായത്. ഇതൊന്നും ഡിസ്ട്രോയ് ചെയ്യാൻ പാകിസ്ഥാന്റെ സംവിധാനത്തിന്, പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. വെറും വീമ്പിളക്കൽ മാത്രമായി പാകിസ്ഥാന്റെ പ്രതിരോധം ഒതുങ്ങിപ്പോയി. ചൈനയുടെ സഹായം ലഭിച്ചെങ്കിൽ ആ സഹായവും ഇന്ത്യ വെടിവെച്ചിട്ടുണ്ടെന്ന് ചൈന പാകിസ്ഥാന് നൽകിയ വിമാനവും ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അങ്ങനെ പ്രതിരോധത്തിൽ പുതിയ മാനങ്ങൾ തീർക്കുകയാണ് ഇന്ന് നമ്മുടെ രാജ്യം. പറയാൻ മാത്രമല്ല ചെയ്യാനും അറിയാം. എന്തുകൊണ്ട് വൈകുന്നു എന്ന പല ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നു. പക്ഷേ ഇത് നമ്മൾ നോക്കൂ, ഇത് ജനവാസ മേഖലയാണ്. ലാഹോറിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ് ഈ ബഹാവൽപൂർ എന്നൊക്കെ പറയുന്നത്. ഈ മുർഡിക്ക എന്ന് പറയുന്ന ഭാഗം, അത് 40 കിലോമീറ്റർ മാത്രമാണ് ലാഹോറിൽ നിന്നുള്ളത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മണ്ണിൽ ഇരുന്നു കൊണ്ട്, ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇസ്ലാമാബാദും റാവൽപിണ്ടിയും ഒന്നും ദൂരെയല്ല, നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന നമ്മുടെ സൈന്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മസൂദ് അസർ എവിടെ? മസൂദ് അസറിന്റെ ഒരു പ്രസ് റിലീസ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടു. ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ കൊല്ലപ്പെട്ടു ഈ ഇന്ത്യയുടെ ആക്രമണത്തിൽ എന്നുള്ള വിലാപമാണ് കണ്ടത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ, ഭീകരവാദത്തിന് കൂട്ടുനിന്നപ്പോൾ, സാധാരണക്കാരായ മനുഷ്യരെ കൊന്നൊടുക്കിയപ്പോൾ ഈ കണ്ണീരൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. എന്തായാലും ഇന്ത്യ ഒരിക്കലും ഈ രീതിയിലുള്ള ആക്രമണമോ അല്ലെങ്കിൽ തിരിച്ചടിയോ യുദ്ധമോ ആഗ്രഹിക്കുന്ന മനുഷ്യരല്ല. നമ്മുടെ ഭരണകൂടവും അങ്ങനെയല്ല. പക്ഷേ എന്നും സമാധാനം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ കണ്ണീർ വീഴ്ത്തിയവർക്കുള്ള ചുട്ട മറുപടിയാണ് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ രാജ്യം, നമ്മുടെ സൈന്യം നൽകിയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ആര്യ ഇതിനൊരു പകപോക്കലായി കാണേണ്ടതില്ല. പകരം നമുക്ക് നേരെ ഉണ്ടാവുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും ചെറുത്തു നിൽക്കാനുള്ള പ്രതിരോധ മാർഗം എന്നോണമാണ് ഈ മറുപടി ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. വളരെ ശക്തമായ മറുപടി. ഈ മറുപടിയിൽ നിന്നും പാകിസ്ഥാൻ പഠിച്ചോ ഇല്ലയോ എന്നത് ഇനിയുള്ള പ്രകോപനത്തിൽ നിന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഷിംല കരാർ പാകിസ്ഥാൻ തന്നെ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പാലിക്കേണ്ടതില്ല. പക്ഷെ നോക്കൂ, ഒരിക്കലും പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിലേക്ക് ഇന്ത്യ കടന്നു കയറിയിട്ടില്ല. പാക് മണ്ണിലേക്ക് ഇന്ത്യൻ സൈനികർ പോയിട്ടില്ല. അവിടെയും ഇന്ത്യയുടെ അതിർത്തി മര്യാദ പാലിച്ചിട്ടുണ്ട്.